ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൽ നിന്നുള്ള ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. CSEB എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കേര ഫെഡ് അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിനും ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിൻ്റെ സിലബസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സിസ്റ്റംസ് ഏതാണെന്ന് നോക്കാം. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഡെപ്പോസിറ്റ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. ഇതാണ് പ്രധാനപ്പെട്ട സിസ്റ്റം. ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾ ഇത്രയാണ്. ഇതിൽ ആദ്യത്തേതാണ് യൂണിറ്റ് ബാങ്കിങ്. ബാങ്കിങ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ത്രൂ എ സിംഗിൾ ഓഫീസ് സിറ്റുവേറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്. ലോക്കലൈസ്ഡ് ബാങ്കിങ്, പോപ്പുലർ ഇൻ USA. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു സിംഗിൾ ഓഫീസ്, അതിന് വേറെ ബ്രാഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു സിംഗിൾ ഓഫീസിലായിരിക്കും ബാങ്കിങ് ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. യൂണിറ്റ് ബാങ്കിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് ഓൾസോ നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ഇത് CSEBയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിനെയാണ് അറിയപ്പെടുന്നതെന്ന്. യൂണിറ്റ് ബാങ്കിങ് ആണ് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നത്. പോപ്പുലർ ഇൻ USA പോപ്പുലർ ആയിട്ടുള്ളത്. അടുത്തത് ബ്രാഞ്ച് ബാങ്കിങ്. നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഹാവ് എ ഹെഡ് ഓഫീസ്. ഈച്ച് ബ്രാഞ്ച് വിൽ ബി റെഗുലേറ്റഡ് ബൈ ഹെഡ് ഓഫീസ്. ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്, പോപ്പുലർ ഇൻ ഇന്ത്യ. അതായത് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതിന് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആയിരിക്കും. ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. ഈ ഹെഡ് ഓഫീസ് ആയിരിക്കും ബാങ്കുകളിലെ കൺട്രോളും അതിൻ്റെ റെഗുലേഷൻസും, എല്ലാ ബ്രാഞ്ചുകളിലെയും കൺട്രോളും റെഗുലേഷനും എല്ലാം നടത്തുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ബ്രാഞ്ച് ബാങ്കിങ്ങിനെയാണ് നമ്മൾ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലാണ് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓഫീസാണ് ഉണ്ടാവുള്ളൂ. ലോക്കലൈസ്ഡ് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ് ബ്രാഞ്ച് ബാങ്കിങ്ങിനെ പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് ബാങ്കിങ്. 2 or more സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ഒറിജിനേറ്റഡ് ഇൻ USA. ഇതിൽ 2 അതിലധികമോ ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ്ങിലാണ് ഒരു ഹോൾഡിംഗ് കമ്പനി വരുന്നത്. ഒരു ഹോൾഡിംഗ് കമ്പനി 2 അതിലധികമോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു. അത് USA ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ചെയിൻ ബാങ്കിങ് ആണ്. 2 or more ബാങ്ക്സ് കം അണ്ടർ എ സിംഗിൾ മാനേജ്മെൻറ്റ്, പോപ്പുലർ ഇൻ USA. 2 അതിലധികമോ ബാങ്ക് ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതിനെയാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രൂപ്പ് ബാങ്കിങ് ആയിരുന്നു. ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത് 2 അതിലധികമോ ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ വരുന്നതാണ് ഗ്രൂപ്പ് ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത് 2 അതിലധികമോ ബാങ്കുകൾ ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ചെയിൻ ബാങ്കിങ്. അതാണ് ഗ്രൂപ്പ് ബാങ്കും ചെയിൻ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം. ഗ്രൂപ്പ് ബാങ്കിങ്ങിൽ ഒരു ഹോൾഡിംഗ് കമ്പനി വരുന്നു. ചെയിൻ ബാങ്കിങ്ങിൽ സിംഗിൾ മാനേജ്മെൻറ്റ്, 2 അതിലധികമോ ബാങ്കുകളെ സിംഗിൾ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നു. അടുത്തത് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആണ്. റിസീവ്ഡ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് വിച്ച് ആർ റീപേയബിൾ ഓൺ ഡിമാൻഡ്, ലെൻഡിങ് ഫോർ ഷോർട്ട് പീരിയഡ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയാണ്. അത് അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അത് അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഷോർട്ട് പീരിയഡിലേക്ക് ലെൻഡിങ് നടത്തുന്നു. ലോണെല്ലാം ഷോർട്ട് പീരിയഡിലേക്കാണ് കൊടുക്കുന്നത്. അതിനെയാണ് ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഷോർട്ട് പീരിയഡിലേക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ഷോർട്ട് പീരിയഡിലേക്ക് ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണ്. അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ഫിക്സഡ് ലോങ് പീരിയഡ്, ലെൻഡിങ് ഫോർ ലോങ് പീരിയഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവർ ഒരു ലോങ് പീരിയഡിലേക്കാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഒരു ലോങ് പീരിയഡിലേക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ് ആണ് കൊടുക്കുന്നത്. ലോങ് പീരിയഡിലേക്കാണ് ലോൺസ് കൊടുക്കുന്നത്, ലോങ് ടേം ലോൺസ്.
അടുത്തത് മിക്സഡ് ബാങ്കിങ് ആണ്. കോമ്പിനേഷൻ ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. ബാങ്ക് പ്രൊവൈഡ് ബോത്ത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ലോങ് ടേം ലോൺസ്. ഇത് ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഡെപ്പോസിറ്റ് ബാങ്കുകൾ ഷോർട്ട് ടേം ലോൺസ് ആണ് കൊടുക്കുന്നത്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ലോങ് ടേം ലോൺസ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, അതായത് ഈ ബാങ്കിൽ ഷോർട്ട് ടേം ലോണും കൊടുക്കുന്നു ലോങ് ടേം ലോണും കൊടുക്കുന്നു, രണ്ടും കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആണ്. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗ്ഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം കോൾഡ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ഡെവലപ്ഡ് ടു റിമൂവ് ഡിഫിക്കൽട്ടീസ് ഇൻ എ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം, പോപ്പുലർ ഇൻ USA. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ബാങ്കുകളെല്ലാം വലിയ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഓഫീസേ അതിനുണ്ടാവുള്ളൂ, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഒരു സിംഗിൾ ഓഫീസാണ് ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, അതിന് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അന്നേരം ഒരു സിംഗിൾ ഓഫീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ഉള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് ബാങ്കുകൾ വലിയ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും, അതിനെ നമ്മൾ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നു. അതും പോപ്പുലറായിട്ടുള്ളത് USA-ലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്